ലളിതേ, ഓ ഒരു ചായ തരുമോ? ആശ നിങ്ങക്ക് തന്നില്ലായിരുന്നോ ചായ? എടി സത്യം പറഞ്ഞാലേ, ആശ ഉണ്ടാക്കുന്ന ചായ ഒരു കാശിനും കൊള്ളൂല. നിന്റെ അപ്പൊ നല്ല ബെസ്റ്റ് ചായയാ. ഇത് തന്നെയല്ലേ നിങ്ങൾ ആശയോടും പറയാറുള്ളേ? എന്ത്? എന്റെ ചായക്കാളും നല്ല അവളുടെ ചായ. നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ ഈ വീട്ടിൽ തന്നെയാണോ ജീവിക്കുന്നത്? ഓഹോ അങ്ങനെ. എവിടെയായിരുന്നു ഇത്ര നേരം? ഓ ഒന്നും പറയണ്ട, ഒരു ഫോൺ കോളായിരുന്നു. നമ്മളെ നെറ്റിപ്പറമ്പിൽ പീതാംബരനെ. അവൻ വിളിച്ച് അവനെന്തോ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടക്കണം, അങ്ങോട്ടൊന്ന് ചെല്ലാൻ. അയ്യോ, എന്നിട്ട് നിങ്ങൾ എന്താ പോവാത്തെ? ശരി, അതൊക്കെ അവന്റെ സ്ഥിരം നമ്പരാ. ആശുപത്രിയിലെന്ന് പറഞ്ഞാലേ എല്ലാരും ആപ്പിൾ ഓറഞ്ചും ഒക്കെ കൊണ്ട് ചെല്ലൂല. പിന്നെ ഓറഞ്ചും ആപ്പിളും കഴിക്കാനായിട്ട് ആരെങ്കിലും പോയി ആശുപത്രി കിടക്കൂ? അയ്യോ, അവൻ ആദ്യം ചെയ്യാൻ അതിന്റെ അപ്പുറം ചെയ്യും. അതാണ് നെറ്റിപ്പറമ്പിൽ പീതാംബരൻ. നിങ്ങളുടെ അല്ലേ ഫ്രണ്ട്, അതല്ല അതിനപ്പുറം ചെയ്യും. അതെ, എന്നെ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട കേട്ടാ. എന്നെക്കാളും ഫ്രണ്ട്ഷിപ്പ് അവന് ശങ്കുണ്ണി ചേട്ടനുമായിട്ടാ. എന്നിട്ട് ചേട്ടൻ പോയായിരുന്നോ? അതല്ലേ രസം. ചേട്ടന് പോവാൻ വയ്യ, പെടലി വേദനയാണെന്ന് പറഞ്ഞാൽ അതെന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ എന്നാ പറഞ്ഞു? എടി പൈങ്കൂസ് ഇങ്ങനെ ഇരിക്കുമ്പോ പോവാൻ പറ്റുമോ? ഞാൻ പറ്റൂല എന്ന് പറഞ്ഞു. ചേട്ടൻ ഇനിയും വിളിച്ച് നിങ്ങളെ നിർബന്ധിച്ച എന്റെ നിർബന്ധിച്ചാൽ ഞാൻ പറ്റൂല എന്ന് തന്നെ തീർത്തു പറയും. ഏതായാലും വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യനല്ലേ, നിങ്ങൾ ഇവിടെ ചുമ്മാ ഇരിക്കല്ലേ, ഒന്ന് പോയി കണ്ടിട്ട് വന്നേ. അയ്യടാ, അങ്ങനെ എന്റെ കാശ് കൊണ്ട് അവൻ ആപ്പിൾ ഓറഞ്ചൊന്നും ഇപ്പം തിന്നണ്ട. എടി പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു നാരങ്ങ മുട്ടായി പോലും വാങ്ങിച്ചു തരാത്ത പിശുക്കനാണ് അവൻ. ആ നാരങ്ങ മുട്ടയുടെ കണക്കാണോ നിങ്ങളിപ്പോ തീർക്കുന്നേ? ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് പ്രതികാരം ചെയ്യാൻ പറ്റൂ. നല്ല പ്രതികാരം. ചായ തന്നില്ല. ഒരു കാര്യം ചെയ്യാം, വെറുതെ ഇരിക്കല്ലേ, എന്നാ കത്തി പിടിക്കുക, അതിന്റെ തൊലി ഒന്ന് വിളിച്ചതാ. അല്ല, ചായ തന്നില്ല. ചായ തരാം, ഇതൊന്ന് കഴിയട്ടെ. നീ അങ്ങോട്ട് കൈയൊക്കെ വീശി നട, ഇങ്ങനെ കൊണ്ട് നട. പിന്നെ നടയാൻ ഒരു 10 മിനിറ്റ് പോലും ആയില്ലെന്ന്. 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു, ഇതുകൂടെ ഉള്ളത് അവിടം വരെ നിർത്തി. ആരോഗ്യമുള്ള അമ്മയ്ക്ക് ആരോഗ്യമുള്ള കുഞ്ഞ് എനിക്കുള്ള നിനക്കറിയാമോ? എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നിങ്ങളൊന്ന് നോക്കിയതാ കണ്ട. അത് ബാക്കിയുള്ളവർക്കൂടെ തോന്നണ്ടേ? അതല്ലേ എന്താ അങ്ങനെ ഒരു ടോക്ക്? എടി നിന്നെ കാര്യത്തിൽ ഞാൻ ഒന്നും ശ്രദ്ധിക്കണില്ലെന്നാണ് നിന്റെ ആങ്ങളമാര് പറയണ, അറിയാമോ? അതൊരു രീതി സത്യല്ലേ. അന്ത് വർത്താനം അടി, അവനെന്തോ നിന്നെ നോക്കാത്ത? നല്ലോണം നോക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒന്ന് ജോയ് രേജി അങ്ങോട്ട്. അതെ, ഞാൻ പറഞ്ഞുതരാം. അമ്മച്ചി, എന്റെ പൊന്ന് നാത്തു, നമ്മളെ നല്ല പോലെ നോക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളും കൂടെ നടത്തി തരാന്നാണ്. മനസ്സിലായി എങ്ങോട്ടാണ് പോണേന്ന്. ഇന്നലത്തെ ഒരു കാര്യം പറഞ്ഞോണ്ട് അത് നടക്കൂല. എന്ത് കാര്യം? ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതിന് മുമ്പ് തോക്കി കയറി വെടിവെക്കുന്ന എന്തിനാ? കണ്ട അത്രയും പുച്ച വാങ്ങ്, എന്നിട്ട് നല്ല പോലെ നോക്കിന്ന്. നാത്തു ഞാൻ കാണിച്ചു തരാം. നാത്തു എന്നിട്ട് പറ. കണ്ട ഗർഭിണിയായിട്ട് ഡാൻസ് കളിക്കുന്നേ, കൂടെ കണ്ട ഭർത്താവും കളിക്കുന്നേ. ഇവക്ക് അതുപോലെ ഡാൻസ് കളിക്കണോ? അയ്യോ, അതുപോലെ നിനക്ക് ഭയങ്കര റിസ്ക് അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ അങ്ങനല്ല, എനിക്കൊരു റിസ്കും ഇല്ലാതെ ഞാൻ കളിക്കാൻ. ഞാൻ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര നേരം നടത്തിയില്ലേ? നിന്റെ കൂടെ ഡാൻസ് വല്ലതും കളിക്കണമല്ലോ നിന്റെ ആങ്ങളമാര് കണ്ടോണ്ടല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാതിരിക്കണം അവർ രണ്ടും കൂടെ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ. ചുമ്മാ എന്റെ ആങ്ങളമാരെ പറയരുത് കേട്ടോ, അവർക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മതി. നാത്തു എന്റെ കൂടെ +2 പഠിച്ച പെങ്കൊച്ചാ. ഇവൾ ഇത് എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഗ്രൂപ്പ് എന്തോരം ലൈക്ക് ആയിരുന്നെന്നറിയോ? വെറുതെ എന്തിനാ എന്റെ ഒരു ഗർഭകാലഘട്ടം വേസ്റ്റ് ആക്കി കളയണേ? അങ്ങനെയല്ല, നിനക്കൊരു ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതാണല്ലോ. അപ്പൊ ഇങ്ങനെ വെറുതെ ദേഹം അനങ്ങി കഴിഞ്ഞാൽ അത് കേടായിരിക്കും. എനിക്ക് ഒരു കോംപ്ലിക്കേഷൻ. ഞാൻ കിടക്കുന്ന പേപ്പർ എടുത്ത് കാണിച്ചു തരാം, അപ്പൊ നാത്തൂന് മനസ്സിലാവില്ല എനിക്ക് ആയാസമില്ലാതെ ചെയ്യാൻ പറ്റും. നീ എന്തോന്നടി കാണിക്കുന്നത്? പിടിക്കണ്ട, ഞാൻ എടുത്തോളാം. എന്റെ ഭയങ്കര ഓരോന്ന് കാണിക്കുന്നത് നേരെ ഇത് എടുക്കട്ടാ. ആര് നീ നോയിക്കൊണ്ടിരിക്കണം. നീ അവള് വീണൊന്നുമില്ല. ഇല്ല, വീണില്ല അവള്. ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ അവിടെ. ചേട്ടാ, ഞാൻ വീണില്ല. കൈ കെട്ടി നോക്കി ചിരിച്ചോണ്ടിരിക്കണം. അല്ലാതെ നീ പിടിക്കണ്ടെന്ന് പറഞ്ഞു. പെണ്ണ എല്ലാവർക്കും അറിയാമോ? വല്ല പറ്റിയ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അടിച്ച് കേട്ടത് കേട്ടാ. പൊക്കാടുത്ത് ചേട്ടാ, നീ ഇവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അല്ലേ? കൊള്ളാല്ലേ നീ? ഇടിച്ചാ എവിടെ ഇടിച്ചെല്ലാവരും പറ. ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിൽ പോണോന്ന് ചേച്ചി? പേപ്പർ എടുക്കുന്നതിനാ? ഞാൻ 3 പെറ്റപ്പോ ഈ കെയറേറ്ററിന് എവിടെയായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. അല്ല ചിറ്റപ്പ എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്റെ റൂം എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇരിക്കും. ഞാൻ വരുന്നില്ല. അതുണ്ട്. ഓ, എനിക്ക് കാര്യം മനസ്സിലായി. എന്ത്? ഇന്നലെ ചിറ്റപ്പ മീൻ പിടിക്കാൻ പോയതിനെ മീൻ പിടിക്കാൻ പോയതിനെ അച്ഛൻ വഴക്ക് പറഞ്ഞില്ല, അതല്ലേ കാര്യം? അതൊന്നും അല്ല കാര്യം. ചിറ്റപ്പ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ വാ, അപ്പുറത്ത് സിന്ധു ആന്റിയുടെ പറമ്പിൽ നല്ല മാങ്ങയുണ്ട്. വാ. ശരിക്കും ഇരിക്കും, പഴുത്ത മാങ്ങ നമുക്ക് പറിക്കാം. പിന്നെ കള്ളത്തരം പറയൂ, വാ. അയ്യോ, അല്ലെങ്കിൽ തന്നെ നിന്നെ കൊണ്ട് വഴി തെറ്റിക്കുന്നത് ഞാനാന്ന് എല്ലാവരും പരാതി. നീ സിന്ധുവിന്റെ വീട്ടിൽ മാങ്ങോട്ട് പറിക്കാൻ പറ്റാം.
അയ്യേ ചിറ്റപ്പൻ എന്ത് പേടി? എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ മക്കളുടെ ചേട്ടൻ്റെ കാര്യമെങ്കിലും ഗുണ്ടായിരുന്നു. എനിക്ക് ആരെ പേടിയൊന്നും. ആ ബെസ്റ്റ് മക്കളൂട്ടി ചേട്ടൻ തന്നെ പേടിത്തോണ്ടെന്നാണ് ശിവമാവൻ പറയുന്നത്. അളി അങ്ങനെ പലതും പറയും. മക്കളുടെ ചേട്ടനെ കത്തി കണ്ട് അറപ്പ് പറയാത്ത മനുഷ്യനാണ്. അത് കത്തിവെക്കുന്ന കടയിലായിരുന്നു അവർക്ക് ജോലി. അയ്യോ നല്ല തമാശ. അതൊന്നും അല്ല, ചോര കണ്ട് അറപ്പ് മാറാത്ത മനുഷ്യനാണ്. എന്ത് കൊതുക? അതും അല്ല, പച്ച ചോര കണ്ട് അറപ്പ് മാറാത്തവനാണ് മക്കളുടെ ചേട്ടൻ. അല്ല ചോര ചുമന്നല്ലേ പച്ച കളറല്ലേ? എല്ലാം മക്കാരല്ല ഇറങ്ങിപ്പോ ടൈലോടിക്കാതെ. ഞാൻ വരുന്നില്ല, നേരെ കളിയൊക്കെ വേണ്ടിട്ട് ഇങ്ങോട്ട് കയറുന്നത്. അല്ല നമുക്ക് മാങ്ങ പറിച്ചിട്ട് വരാം. മാങ്ങ പറിക്കാൻ ഞാൻ വരുന്നില്ല. എല്ലാരും ബാ. അച്ഛൻ അറിയാതെ ഈ റൂമിൽ നിന്ന് ഇറങ്ങിക്കൂടെന്ന് അച്ഛൻ ചീറ്റപ്പണി പറഞ്ഞു. അതുകൊണ്ടല്ലേ? അങ്ങനൊന്നും അല്ല, ആരുടെ അടുത്ത് ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ റൂമിന്റെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും. പക്ഷെ നിങ്ങളോട് ഞാൻ വരുന്നില്ല. ശരി വരുന്നില്ല. ഞങ്ങള് മാങ്ങ പറിച്ചിട്ട് തിന്നു. ഇനി വരരുത് നമ്മളിവിടെ. വരുന്നില്ല. നീ മാങ്ങ വാന്ന് പറഞ്ഞു വേട്ട. ആ പിന്നെ വന്നാ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല. എന്തായി? എന്ത് റീലിന്റെ കാര്യമാണോ? നടക്കല. എന്താ നാത്തു? നീ മുമ്പേ കണ്ടതല്ലായിരുന്നു നിന്റെ ചേട്ടൻ വന്ന് ചാടിത്തുള്ളിട്ട് പോയതാ. അതിനിപ്പോ നമ്മളൊന്നും ചെയ്തില്ലായിരുന്നല്ലോ, ചേട്ടൻ വെറുതെ കിടന്ന് ചാടിയതല്ലേ. ആണോ? എന്നിട്ട് നീ ഒരു അക്ഷരം മിണ്ടാതെ വാലും പൊക്കെ പുറകെ പോകുന്നുണ്ടായിരുന്നല്ലോ. അയ്യോ ഞാൻ പറഞ്ഞായിരുന്നു ചേട്ടാ അങ്ങനെ അല്ലെന്ന്. പക്ഷെ ചേട്ടന്റെ ബഹളത്തിന് ഇറങ്ങി ആരും കേട്ടില്ല. ഇനി അതുപോലത്തെ ബഹളം ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാ വെറുതെ എവിടെയെങ്കിലും പോയി അടങ്ങിയിരുന്നു. പോ. നാത്തു കഷ്ടമുണ്ട്, എന്റെ ഒരു ആഗ്രഹമല്ലേ. ഒരു കഷ്ടമില്ല. നാത്തു വിചാരിച്ച ഇത് സാധിച്ചു തരാൻ പറ്റും. നാത്തു വിചാരിച്ച സാധിച്ചു തരാൻ പറ്റും. എന്നെ കൊണ്ട് ചീത്ത കേൾപ്പിക്കാനാ? എടി ഉത്തോണം സമ്മതിക്കില്ല. ചേട്ടൻ പോകുന്ന സമയത്ത് ചെയ്യാം. ശിവേട്ടനും ഓക്കെയാ? ചേട്ടൻ വെളിയിൽ പോകുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയും എവിടെയുണ്ട്, പോരാ തന്നെ സുമേശ്വർക്കനും ഇവിടെ ഉണ്ട്. ഇവരാര് കണ്ടു കഴിഞ്ഞാലും തലവേനയാവും. അപ്പൊ ഇവരെല്ലാരും പോയി കഴിഞ്ഞാൽ നാത്തു സമ്മതിക്കോ? ആ അങ്ങനെയാണെങ്കിൽ ആലോചിക്കാം. ചിലപ്പോ പെട്ടെന്ന് തന്നെ ആലോചിക്കണം നാത്തു. 2 ആഴ്ച കൂടെ കഴിഞ്ഞ് ഞാൻ പ്രസവിക്കത്തില്ലേ? മക്കളെ അമ്മ എന്തി? ലളിതേ എന്താ? അതെ പെട്ടെന്ന് റെഡിയാവും, പീതാമ്പന്റെ വീടിലൊന്ന് പോണം. നിങ്ങൾ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട്? പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുതാ. അതിനിടയ്ക്ക് ചേട്ടൻ വിളിച്ച് അമ്മയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചു. എന്നാ പോയിട്ടോ. അയ്യോ നിന്നെ കൂടെ കൊണ്ട് പോവാൻ അമ്മ പറഞ്ഞത്. ഞാനും വരണോ? നീ പെട്ടെന്ന് റെഡിയാവും. ഇപ്പഴ പോയാ വെയിൽ ഇറങ്ങി മുമ്പ് തിരിച്ച് ചെത്താം. ഞാൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഉച്ചക്കത്തേക്കൊന്നും ആയില്ല. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. നോക്കിക്കോളൂ. പെട്ടെന്ന് റെഡിയാവ്. ഞാൻ പറഞ്ഞേ. 2 പക്ഷി ഔട്ട്. അവർ രണ്ടുപേരും പോവാ, നമ്മളൊന്നും ചെയ്യാതെ തന്നെ. അതുകൊണ്ട് ഇനിയേ അപ്പൊ ചേട്ടനെയും സുമേനയും കൂടെ അല്ലേ ഉള്ളൂ. സുമയുടെ കാര്യം നാത്തു സെറ്റാക്ക്, ചേട്ടന്റെ കാര്യം ഞാൻ ശിവേട്ടൻ വഴി മൂവ് ചെയ്യാം. ഒന്ന് പോടി അവിടുന്ന്. നാത്തു 2 ആഴ്ച കഷ്ടവാ. കഷ്ടമാണ്, അത് തന്നെ എനിക്ക് പറയാനുള്ള കഷ്ടമാണ്. ശക്കര നാത്തു അല്ലേ, കഷ്ടമുണ്ട് നാത്തു. ഇനി നല്ലോണം ഡാൻസ് കളിച്ചാൽ പിന്നെ 2 ആഴ്ച ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇന്ന് തന്നെ പ്രസവിക്കാം. അതാ എളുപ്പമായില്ലേ, ഇന്ന് തന്നെ പ്രസവിക്കാം. സെറ്റാക്കേ, ഞാൻ ചേട്ടന്റെ കാര്യം സെറ്റാക്കിട്ട് വരാം. മതി കണക്ക് എഴുതിയത്, വാ എഴുന്നേക്ക്. കട്ടിൽ കിടന്നുറങ്ങളിയ? ഉറങ്ങാന് അല്ല കസേര ഇരുന്ന് ഉറങ്ങണം, കട്ടിൽ കിടന്നുറങ്ങാൻ. എന്നോട് ആരും ഉറങ്ങി? അളി ഉറങ്ങല്ലായിരുന്നു? കണ്ണടച്ചിരുന്ന് ഉറങ്ങ ഉറക്കമാവോ? നമ്മ കണ്ണടച്ചിരിക്കുന്ന ഉറങ്ങാൻ വേണ്ടിയല്ലേ? ആര്? അല്ല ഉറങ്ങാൻ വേണ്ടിയല്ലേ നമ്മളൊക്കെ കണ്ണടയ്ക്കണേ? ഞാൻ കണ്ണടയ്ക്കണോ ഉറങ്ങാൻ വേണ്ടി? ഞാൻ പ്രകൃതിയുടെ ശബ്ദങ്ങൾ ഇങ്ങനെ ആസ്വദിക്കായിരുന്നു. പ്രകൃതി ശബ്ദമൊക്കെ ഉണ്ടാക്കൂ? ശബ്ദങ്ങളെ ഉണ്ടാകൂ. ഇവിടെ മണ്ണിന്റെ ശബ്ദം, മരത്തിന്റെ ശബ്ദം, ഇലയൊക്കെ അനങ്ങൂലേ, പക്ഷികളുടെ ശബ്ദം, പക്ഷികളുടെ ശബ്ദം, പക്ഷി ഈച്ച പറക്കണ ശബ്ദം കണ്ട കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. അതാണ് പ്രകൃതിയുടെ ശബ്ദം. കൊതുവിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ട്, ഈച്ചരെ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ അളിയ? പിന്നെ ഞാൻ വന്ന അതിനല്ല, അളിയ കടയിൽ എന്തോ പോണെന്നായിട്ട് ഉള്ളോ? ഇനി കടയിൽ പോണം. കടയിൽ പോണം. പിന്നെ എന്നാ ഒന്ന് പോയിട്ട് അളിയാ. എന്നാ പോയിട്ട് വരാം. നീ പറയുമ്പോ ഞാൻ എന്തിനു പോണത്? അങ്ങനെയല്ല, പിന്നെ എങ്ങനെ കണ്ണനെ ചെരുപ്പില്ല എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര ബഹളം. അപ്പൊ അളിയൻ പോവാണെങ്കിൽ ആ ചെരുപ്പടയിൽ അളിയന് പരിചയം ഉണ്ടല്ലോ, അപ്പൊ നന്നായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഇല്ലേ കാശില്ലേ? വാങ്ങിച്ചു കൊടുക്കാൻ കാശില്ലേ? അല്ല അതിന്റെ അല്ല, അളിയന് പരിചയം ഉണ്ടല്ലോ അവിടെ. അപ്പൊ അളിയൻ കൊണ്ടുപോയാ നല്ല ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കും. അത് വൈകുന്നേരം വാങ്ങിക്കാം കേട്ടാ. വൈകുന്നേരം പോവാ. അയ്യോ അളിയ വൈകുന്നേരം അല്ല അളിയ. അളിയ പിന്നെ ആമി കളർ പെൻസിൽ എന്നുകൊണ്ട് ഇവർ രണ്ടും കൂടെ ഭയങ്കര അടി. അപ്പൊ കളർ പെൻസിൽ ആമിക്ക് വാങ്ങിക്കണം. ഭയങ്കര അടി. ഞാനും ആം ചേച്ചിയും വാങ്ങിച്ചു കൊടുക്കാടാ. നീ എന്താ? അല്ല ഇനി എന്തായാലും ഇറങ്ങി വളയൊന്ന് പോയിട്ട് കളർ പെൻസിലൊക്കെ ഒന്ന് നോക്കി. എവിടെ ഇറങ്ങി? അല്ല കടയിൽ
എടാ വൈകുന്നേരം പോണുള്ളൂ ഞാൻ. നീ പോ അങ്ങോട്ട് അളി അങ്ങോട്ട്. അങ്ങനെയല്ല, അത് ചെറുക്കൻ കാലൊക്കെ ഇനി ചെരുപ്പില്ലാതെ ഇവിടേക്ക് ഇറങ്ങി വല്ല മുള്ളുവല്ലോ കൊള്ളുകളി. പിന്നെ ആമീരെ ചെരുപ്പും പൊട്ടിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആമീരെ ചെരുപ്പും കൂടെ ഒന്ന് വാങ്ങിച്ചു കൊടുത്താ. നിന്റെ പ്രശ്നം എന്താണ്? അല്ല പൈസ ഞാൻ തരാം. ഓ ഇങ്ങത്താ എന്തോന്നു പൈസ ഏ പൈസ തരാന്ന് പറഞ്ഞില്ലേ? ഓ തരാന്ന് പറഞ്ഞു. ആ ആ. അല്ല അത് ഇത് കഴിച്ചോ മക്കളെ, ഇത് കഴിച്ചേ. ആ ബാക്കി കൊണ്ടുവന്നാ പോരാ നിനക്ക്? അയ്യോ അളിയ 500 സ്ലിപ്പർ വാങ്ങിച്ചാ മതി. 2 സ്ലിപ്പർ 100 രൂപയ്ക്ക്. നീ പൈസ താ. അല്ല ഇത് പൈസ താണ്ട. ഇത് മതി. ഓ മതി, ഇതിലുള്ളത് മതിയാ? ഓ 100 രൂപയ്ക്കുള്ള സ്ലിപ്പർ മതി. അളിയ ഇറങ്ങ്. ഇറങ്ങാൻ വൈകുന്നേരം പോടാ. അളിയ പൈസ കിടന്നില്ല അളിയ, കടയിൽ പോവാ അളിയ. ഇറങ്ങളിയ, കൊച്ചിനെ കൊണ്ടുപോ. ആമിയും കൂടെ വിളിച്ചോ അളിയ. അളിയ കൊണ്ടുപോ. ഞാൻ പൊക്കോളാം, നീ മാറങ്ങോട്ട്. അവന് നിനക്ക് ഭയങ്കര ധൃതിയാ. അയ്യോ അളിയ ചെരുപ്പ് നോക്കി വാങ്ങിക്കണം. കൊച്ചിന് കാലിട്ട് നോക്കിയിട്ട് അവര് നടത്തിച്ച് നോക്കണം കേട്ടോ. ചെരുപ്പ് നടത്തിച്ച് ഇങ്ങനെ നടത്തിച്ച് നോക്കിയിട്ട് കാല് പൊട്ടണം. ഞാൻ ഇതുവരെയും ചെരുപ്പ് ആർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, ഞാൻ ചെരുപ്പ് ഇട്ടിട്ടുമില്ല. നീ പറഞ്ഞ ചെരുപ്പ് ഇങ്ങനെ നടത്ത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കണത്. അങ്ങനെയല്ല പിന്നെ ഞാൻ നീ പറഞ്ഞു. മാറങ്ങോട്ട് പോ. അങ്ങോട്ട് പയ്യ വന്നാ കേട്ടോ അളിയ. പയ്യെ പറഞ്ഞു എളുപ്പം പറഞ്ഞു ഞാൻ തീരുമാനിച്ചോളാം. അല്ല അങ്ങനെയല്ല, നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വന്നാൽ നാരങ്ങ വെള്ളം കുടിക്കാനുള്ള പൈസ ഉണ്ടല്ലോ അതില്. നാരങ്ങ വെള്ളം നീ ഇങ്ങോട്ട് നടന്നു. അവന് ഭ്രാന്ത്. നീ എന്താണ് മുറിക്കകത്ത് കയറിയിരിക്കുന്നേ? എന്തേ മുറിക്കകത്ത് കയറി ഇങ്ങനെ വെറുതെ ഇരിക്കുന്നേ? അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അല്ല നിന്നെ സാധാരണ ഇവിടെ ഇങ്ങനെ കാണാറില്ലല്ലോ. ആന്നോ? വീടിന് പുറത്തോട്ടിറങ്ങിയ മുട്ടുകാർ തല്ലുപിടിക്കുന്ന ചേട്ടൻ പറഞ്ഞു. അത് നീ പിന്നെ മീൻ പിടിക്കാൻ പോകണ്ടല്ലേ? മീൻ പിടിക്കാൻ പോയോണ്ടല്ലേ? ഞാൻ ഇതിനായിട്ട് മീൻ പിടിക്കാൻ പോയിട്ടില്ലേ? എടാ അങ്ങനെയല്ല, നീ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് വിളിച്ചാൽ ഫോൺ എടുക്കണം, അല്ലെങ്കിൽ എങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് പോകണം. നീ ആൾക്കാർക്ക് ടെൻഷൻ ആവൂലേ? എന്ത് ടെൻഷൻ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വഴക്ക് മൊത്തം ഞാൻ കേട്ടില്ല. ഇരുന്നിരുന്ന് മൊത്തം. ആ എന്നാ ഞാൻ നിനക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം പറയട്ടെ. ആ എന്തായാലും ചേട്ടൻ പറയാനുള്ളത് പറഞ്ഞു. ആ നിന്റെ വിഷമം മാറ്റാൻ വേണ്ടി നീ പോയി മീൻ പിടിച്ചിട്ടോ. പിന്നെ അയ്യോ മീൻ പിടിക്കാൻ പോയി അവിടെ ഇപ്പൊ ഇറങ്ങി വരും എടാന്ന് പറഞ്ഞോണ്ട്. എടാ ഞാനല്ലേ പറയണത്, നീ ധൈര്യമായിട്ട് പോയി മീൻ പിടിച്ചോ. നിന്നെ എന്ത് പറഞ്ഞാലും പോയി ചേട്ടൻ വഴക്ക് പറയില്ല. അയ്യോ അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തൊന്നുമില്ല. എടാ ഭയങ്കരക്ക് പുഴമീൻ കൂട്ടണമെന്നൊരു ആഗ്രഹം വന്നെന്ന്. അവക്ക് വേണ്ടിട്ടാണോ? എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം, കുഴപ്പമില്ല. അവക്ക് വേണ്ടിയല്ലേ? ശരി ശരി, എന്നാ പെട്ടെന്ന് പൊക്കോ. മാറി എന്നിട്ട് പതുക്കെ വന്നാ മതി. അതെന്താ പതുക്കെ വന്നാ മതി എന്ന് പറയുന്നത്? അങ്ങനെയല്ലടാ, നമ്മൾ ഈ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് വന്ന് കൊത്തുന്ന മീൻ മണ്ടന്മാരായിരിക്കും അല്ലേ? പതുക്കെ വെയിറ്റ് ചെയ്ത് ബുദ്ധിയുള്ള മീൻ വന്ന് പതുക്കെ. നമ്മള് ചൂണ്ടയിട്ട് അവിടെ നിൽക്കുമ്പോ ഓടി വരുന്നത് മണ്ടന്മാർ. മണ്ടന്മാര് അവര് പെട്ടെന്ന് ചൂണ്ട അപ്പൊ നമ്മള് നോക്കിയിരുന്നാ ബുദ്ധിയുള്ള മീനെ കിട്ടും. പതുക്കെ ബുദ്ധിയുള്ള മീൻ പതുക്കെ വന്ന് കൊത്തട്ടെ. അപ്പൊ ഞാൻ ബുദ്ധിപൂർവ്വം അവിടെ ഇരിക്കണം. അതെ. അപ്പൊ ആദ്യം വന്ന് മീൻ കുത്തിയാലും അതിനെ പിടിക്കില്ല അല്ലേ? അവള് ഗർഭിണി ആയിരുന്നോണ്ടേ ബുദ്ധിയുള്ള മീനിനെ വേണം ഇപ്പൊ കൊടുക്കാൻ. ഓക്കെ ഓക്കെ. അല്ല എനിക്ക് വേറെ ഡൗട്ട്. എന്താ? നമ്മൾ ആദ്യം ബുദ്ധിയില്ലാത്ത മീനല്ലേ പിടിക്കുന്നേ, പിന്നെ നമ്മൾ ബുദ്ധിയുള്ള മീനെ പിടിക്കും. നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചൊരു കവറിലല്ലേ കൊണ്ടുവരുന്നേ. അപ്പൊ ബുദ്ധിയുള്ള മീൻ ഏതാ ബുദ്ധിയില്ലാത്ത മീൻ ഏതാ എങ്ങനെ കണ്ടുപിടിക്കും? ആമിയുടെ ബാഗിനകത്ത് മറ്റേ നെയിം സ്ലിപ്പ് കാണും, നീ അത് എഴുതിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ മതി. മണ്ടൻ ബുദ്ധിയുള്ള. എന്താണ് ചേട്ടത്തി മീന്റെ ദേഹത്ത് നേസിൽ പൊട്ടിച്ചു വെച്ചാൽ വഴുകത്തില്ലേ? നമ്മൾ പുഴമീനെ പിടിക്കുമ്പോ പെക്കെന്ന് പറഞ്ഞ കൈ കറക്റ്റാ, ഒട്ടൂല. ഒട്ടൂല. അപ്പം രണ്ട് മറ്റേ കൂട് മേടിച്ചിട്ട് 2 കൂടുതലിട്ടാ. അങ്ങനെ പറ, ബുദ്ധിയോടെ കാര്യങ്ങൾ പറ. മാറ് ഈ ബ്രെഡൊന്നും തിരിച്ചിട്ടേക്കണേ. ഇതിന് ശരിക്കും ബുദ്ധിയില്ലാത്താണോ ബുദ്ധിയില്ലാത്താണോ അഭിനയിക്കണാണോ? നിങ്ങൾ റെഡിയായോ? റെഡിയായി. സുമേഷിനെ ഒരു പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ പോയവരൊക്കെ എത്രയും പെട്ടെന്ന് വേണമെങ്കിൽ തിരിച്ചു വരാം, അതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ. നമ്മള് റെഡി. ഈ ഡ്രസ് ഓക്കെ ആണോ? മാറ്റണോ? ഇല്ല അത് മതി. പിന്നെ ശമ്പു കൂടെ ഉണ്ട് കേട്ടോ. അയ്യാ കൊടുത്തിട്ട് പോയില്ലേ? കൊച്ചിന് ആവശ്യമില്ലാത്ത പറയുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്തല്ല ഒരു കാര്യം ഉള്ളതല്ലേ. എന്തായാലും ആമയോടെ ഉള്ളതിലും ഭേദാ അവനാണെങ്കിൽ വല്ല ഡാൻസിന്റെ സ്റ്റെപ്പെങ്കിലും പറഞ്ഞു തരും. കറക്റ്റ്. എടുക്കാന്നോ? പെട്ടെന്ന് ആയിക്കോട്ടെ. നടക്കാൻ പോലും വൈകുന്നേരം ഡാൻസ് കളിക്കാൻ പോകുന്നു. കറക്കി കറക്കി മാമ അപ്പച്ചി അല്ല തോളി വെക്കണ്ട, തോളി ഇങ്ങനെ ചാച്ചി. നീ പഠിച്ച അവൻ കാണിച്ചപ്പോ പഠിച്ചല്ല. അപ്പൊ നിങ്ങളുടെ കൂടെ കളിക്കാൻ പോണം. അവൻ പതുക്കെ പഠിപ്പിച്ചു തരും. ചേച്ചി ഇങ്ങനെ ഡാൻസ് പഠിപ്പിക്കുന്നത് പയ്യെ കാണിച്ചു തരാം. പയ്യ കാണീര്. വലിയ വലിയ കുലുക്കും അനക്കും ഒന്നും ഇല്ലാത്ത സ്റ്റെപ്പ് മതി കേട്ടോ. ഇപ്പൊ എനിക്ക് തന്നെ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വേഗം കളിക്ക്. അപ്പൊ കൊണ്ടുപോയി വരൂ. ചുമ്മാ ചുമ്മാ പറഞ്ഞേ. റെഡി. 1 2 1 2 ഫോണില്ല.
ഫോണ് വേണ്ട മമ്മ, മാമ കൈ വെച്ച് കളിച്ചോളൂ. അപ്പൊ ഞാൻ എവിടെ ഇടത്തുനിന്ന് വലത്തോട്ടോ വലത്തുനിന്ന് നടത്തോട്ടോ അത് പറ. മാമൻ ഇത് റൈറ്റ് ചെയ്ത് ലെഫ്റ്റിലോട്ട്. ആ അത് പറയണ്ടേ. 1 2 3 4 1 2. അപ്പച്ചി അടിക്കില്ല അമ്മ. അപ്പച്ചിയാണോടാ ഇവിടെ നിൽക്കുന്നത്? അപ്പച്ചി ഇവിടെ അല്ലേടാ. മര്യാദക്ക് കളിക്കും, ഇപ്പൊ എല്ലാരും വരും. ഇതിപ്പോ നീ ചുമ്മാ ഉണ്ടാക്കിയ പ്രശ്നമാണ്. ഞാൻ മര്യാദക്കാണ് കളിച്ചത്. ആ ശരി ശരി Ready, one. പഠിച്ചോ, ഒന്ന് ഒരു പ്രാവശ്യം റിഹേഴ്സൽ നോക്കിയിട്ട് റെക്കോർഡ് ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. 1 2 നേരെങ്കി തിരിച്ച് ബാക്കിലോട്ട് വന്നിട്ട് 1 ഇറങ്ങും 2. ആ അതൊക്കെ സെറ്റാടാ. ആ നീ ആ ചൂണ്ട റെഡിയാക്കി വെച്ചേക്കണം. ചൂണ്ട ആ ഇല്ലല്ല ഞാൻ വന്നോണ്ടിരിക്കുക. അപ്പൂപ്പൻ താടി കിടക്കുന്നു. വിട്ട് പിടിക്കാം. പക്ഷെ അത് ചീത്ത. എവിടെ പോണ്ടാ നീ? നീ എവിടെ പോണ? ഞാൻ അല്ല വെറുതെ അതുവഴി പോയിട്ടപ്പോ പിന്നെ ശശിക്കുട്ടന്റെ വീട്ടിൽ പോയിട്ട് ചേനി പറയും. നിന്റെ അടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങാന്നല്ലേ പറഞ്ഞേ? മീൻ പിടിക്കാം. മീൻ പിടിക്കാനാ? ആ പോലെന്നല്ലടാ പറഞ്ഞത്. അല്ല പൈങ്കിളിക്ക് മീൻ തിന്നണമെന്ന് പറഞ്ഞേട്ടാ. പുഴ മീൻ. ആര് പറഞ്ഞു? ചേട്ടത്തി. അവളെങ്ങനെ പറഞ്ഞു? ആ ചേട്ടാ എവിടെ പോയി? ഞാൻ പിള്ളേർക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഉച്ചക്കോ? ആ ശിവൻ കിടന്ന് ഒരേ ബേളോടെ ഇപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. ആ ഓ ചെരുപ്പ് നല്ല ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ആ പയ്യെ വന്നാ മതിയെന്ന്. പുള്ളി ഓർമ്മയില്ലേ? ആര്? ചേട്ടനെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറാണ്. എടാ അതല്ല അതല്ലേ? പോട്ടെ വാ. അല്ല ഒരു സെക്കൻഡ് എന്തോ പറഞ്ഞേ? ഈ വെയിലത്ത് തന്നെ പോയി വാങ്ങിക്കണമെന്ന് പിള്ളേരുടെ ചെരുപ്പ്. എന്നിട്ട് പതുക്കെ വന്നാന്ന് പറഞ്ഞു. പയ്യെ വന്നാ മതിയെന്ന്. അയ്യോ അത് എന്റെ അടുത്ത് പറയണം. ചേട്ടത്തി എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞെന്ന്. ചേട്ടത്തി എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞെന്ന്. പയ്യെ വന്നാ മതി. ആ അന്നിനങ്ങനെ പറഞ്ഞു. ആ എനിക്കറിയത്തില്ല. അത് മാത്രല്ല ഭൂതത്തിന്റെ ഇപ്പൊ കിളിടാരത്തി യാതൊരു ശ്രദ്ധയില്ല. അതന്നെ ഞാൻ പറഞ്ഞത്. നിന്റെ അടുത്ത് അതല്ല അവിടെ നിൽക്കാൻ പറഞ്ഞത്. നീ അപ്പൊ എടുത്താടി ഓടയല്ലേ? അപ്പൊ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അത് തന്നെ പറഞ്ഞത്. അല്ല ഞാനും വരുന്നു. അല്ല ചുമ്മാ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? എടാ ഈ കയ്യിൽ കണ്ണിൽ ഇങ്ങനെ ആക്കണം, എന്നിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ കറങ്ങണം അല്ലേ? ആ കണ്ടു ഇത്ര നേരം ചെയ്യുന്നു. ചുമ്മാ മനഃപൂർവ്വം കളിക്കുവാണ് ഇങ്ങനെ കിടന്ന്. അല്ലടി ഈടാ 63 ടേക്കായി, നിനക്കറിയോ? അത് ഡിലീറ്റ് ചെയ്തു. അത് വേണ്ട. കണ്ട അല്ല അങ്ങനല്ല. എടാ ഒരു പ്രാവശ്യം കാണിച്ചേ ശംഭുക്കുട്ടാ. മമ്മ ഞാൻ ഒരു തവണ കൂടെ കാണിച്ചു തരൂ. എടാ എന്തിനാണ് നീ വരട്ടണ? നീ ഒരു പ്രാവശ്യം കാണിച്ചാടേ നീ. ആ ഇങ്ങനെ ആ തിരിഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങനെ. ആ എന്നിട്ട് നീണ്ട നിരങ്ങണം. ഇറങ്ങി എന്നിട്ട് ഇത് നിരങ്ങി ഇവിടെ വന്ന് എന്നിട്ട് ഇങ്ങനെ ആ കണ്ണി തൊട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വെട്ടി. നാണം ഇത് അവിടെ ഇവിടെ എന്നിട്ട് വലിച്ചു കിടത്തി. അപ്പച്ച കറക്കി. അത് തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞു. അതന്നെ നീ പറഞ്ഞാ പോരെ, നീ അത് ചെയ്ത് കാണിക്കണം. അല്ല അത് ഇവിടെ കറക്കി വെക്കണത് മാത്രമേ തെറ്റിയുള്ളൂ അല്ലേ? ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. നീ ഇങ്ങനെ പണങ്ങിയായിട്ട് നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ഡാൻസ് കളിക്കുന്നത്? അത് ഡാൻസ് ആണെന്ന് തോന്നണ്ടേ കളിച്ചിട്ട്? ഇത് മനഃപൂർവ്വം എന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ചെയ്യാതിരിക്കണം, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? റെഡി സ്റ്റാർട്ട്. 1 2 3 സ്റ്റാർട്ട്. 2 3 4 5 6 1 2. ഇവിടെ നേരത്തെ കളിക്കാണ്, എനിക്കത് അറിയായിരുന്നു. 1 2 3 കളിക്കണം. 4 5 6 7 8 അല്ലേ? എടാ അവള് തെറ്റിച്ചാവത് പറയടാ. നീയാണ് തെറ്റിച്ചത് കേട്ടോ. മാമ നീ അപ്പച്ച വലിച്ചില്ലല്ലോ ഇങ്ങോട്ട്. അപ്പച്ചി വരണ്ടേ? നീ വലിക്കാൻ പറ്റുള്ളൂ, ഗർഭിണിയല്ലേ? എന്ത് കരയണെന്നില്ല നീ? എന്തിനാ എന്റെ കൊച്ചിനെ ചുമ്മായിട്ട് കരയിപ്പിക്കുന്നത്? അതല്ല എന്റെ പൊന്നെ മിണ്ടായി. വാക്കുകൊണ്ട് ശാരീരികമായി ഒക്കെ ഉപദ്രവിക്കണടാ പെണ്ണുങ്ങളെ. ഒന്നും ചെയ്തില്ല. ഇതെന്തൊരു കഷ്ടം ഇത്? ചുമ്മാ ഏട്ടാ, ഞാൻ തിരിച്ചാ. ചിരിക്കുമ്പോ ആരെങ്കിലും കരയൂ? ചിരിച്ച് അവളുടെ കണ്ണ് നിറഞ്ഞാ. ആ ഓ അവിടെ വിട്ടേ അവളെ. നിങ്ങൾ മാത്രമല്ലേ ലോകത്ത് ആംഗളമാരായിട്ടുള്ളത്. അവന്റെ ഭാര്യ അവനറിയാൻ എന്ത് ചെയ്യണമെന്ന്. വിട്ടേ ഒത്തുകൊണ്ട് അങ്ങോട്ട്. സത്യം പറയാ ഇക്കളാക്കി ചിരിപ്പിച്ചോ? ഞാൻ കിക്കിള് കുക്കിളൊന്നും ആക്കിയില്ല. അവർ രണ്ടുപേരും കൂടെ റീൽ എടുക്കാൻ തുടങ്ങും. നമുക്കൊരു ആഗ്രഹം റീൽ എടുക്കണമെന്ന്. റീൽ ഒന്നും കേട്ടിട്ടില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തോണ്ടുന്നുണ്ടല്ലേ? അതൊക്കെ അങ്ങർക്ക് അറിയാം. ആ റീൽ എടുക്കാൻ പോയപ്പം അവൻ തെറ്റിച്ചു, അത് കണ്ടവള് ചിരിച്ചു. ഈ സമയത്ത് കൊച്ചിനെ കൊണ്ട് റീൽ എടുപ്പിക്കാൻ പോണു. ഞാൻ എടുക്കാൻ പറഞ്ഞത് ഏട്ടാ. നീ എടുക്കാൻ പറഞ്ഞത്? ആ ആരെ? റീല് നിങ്ങളതൊന്നും ചെയ്ത് കാണിച്ചു കൊടുത്തേ. ശിവ ആ റീലൊന്നും കാണിച്ചു കൊടുത്തേ. തെറ്റിക്കല്ലേ, നാണക്കേടായി. ഇതിന്റെ അപ്പുറത്ത് ഞാൻ ഇനി റീൽ ചെയ്യാനാ? കോമഡി ആയിരുന്നു ഉത്തണ്ണ. കാണിച്ചേടെ എന്തൊരു അല്ല ഒന്ന് കണ്ടോട്ടെ. പാട്ടോ ഇടുമ്പോ കണ്ടാ മതി. കാണീര്. എന്തൊരു വിലയാണെന്നോ? ചുമ്മാ ഓറഞ്ച് മാത്രം പോരായിരുന്നോ? വയ്യാതെ കൊടുക്കുന്ന ഒരാളെ കാണുമ്പോ 50 രൂപയുടെ 4 ഓറഞ്ച് കൊണ്ടാണോ? പിന്നെന്താ? അതെന്താ ഇവിടെ?
കൊമ്പോ അളിയില് കൊമ്പോന്നു അത് കൊള്ളാം, എക്സ്പ്രഷൻ കൊള്ളാം. ഈ കറി കരിഞ്ഞു പോകുന്നു തോന്നണം. നിങ്ങളെല്ലാരും കളിക്കാൻ പോകുന്നു. എന്ത് നമ്മൾ എക്സസൈസ് ചെയ്യാൻ വന്നല്ലേ? ഏതായിരുന്നു ഇങ്ങനെ? ഞാൻ പാട്ട് വീഡിയോ ഓ എന്ത് ചൂടല്ലേ. ഇനി നമുക്ക് അങ്ങോട്ട് നടന്നാലോ? അങ്ങോട്ട് ഇങ്ങോട്ട് ഹായ് ഹായ്, അച്ഛനും അമ്മയും ഇപ്പൊ വന്നു. ഏയ് ഇവിടെ എന്താ പരിപാടി? ആ എക്സസൈസ്. എക്സസൈസാ? അവന്റെ ഒരു എക്സസൈസ്. ഇത് ഇവക്ക് എത്രാമത്തെ മാസം അറിയോ നിനക്ക്? അറിയാമോടാ നിനക്ക്? ചെറുക്ക, നിനക്കെങ്കിലും വിവരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചേ. എന്തേ? ഒന്നും കണ്ടില്ല നീ? ഞാൻ കണ്ടോണ്ടല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. അത്തേരിപ്പോ നീ അങ്ങോട്ടോടെ കൊണ്ടോളൂ. അല്ല അതൊരു അത് ഇതുവരെ കയറിയാ മതി. പോ അങ്ങോട്ടാ. എന്നെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയി അവിടെ ഞാൻ കിടക്കാൻ നോക്കാം. അടങ്ങി അവിടെ ഒരു കുണുക്കം. സമാധാനം ആയാലടിയിരുന്നു. എടേ എടി, പിന്നെ നമ്മളന്ന് പീതാമ്മന്റെ വീട്ടിൽ പോയിട്ട് വന്നില്ലേ? അപ്പൊ പിള്ളേര് വെളിയിൽ നിന്നില്ലേ? അവര് റീൽസ് എടുത്തോണ്ട് നിന്ന് അടിയത്. അതിന് അതാണ്ട വെട്ടിട്ടുണ്ട്, ഞാൻ നോക്ക്. കൊള്ളാല്ലേ? നന്നായിരിക്കുന്നില്ലേ? അല്ലേ? ഭയങ്കര രസമുണ്ടല്ലേ? അതെ, നമുക്ക് ഇതുപോലെ ഒരെണ്ണം ചെയ്താലാ? നമുക്കോ? മറ്റേ മന്ദനത്തിലെ പാട്ടില്ലേ, ഹിറ്റായ ഒരു പാട്ട്, കവളിടയിൽ കുങ്കുമോ. അയ്യേ, ഒന്ന് പോ മനുഷ്യ. ഈ വയസ്സാം കാലത്താണോ? പിന്നെ വന്ദനത്തിലെ പാട്ട് ഹിറ്റാവുന്ന നീ ഇനി വന്നേ. മര്യാദക്ക് പോ മനുഷ്യ. പിന്നെ ഇതൊന്നും ആരും ചെയ്യാത്തോണ്ട് നീ ഇങ്ങനെ എന്റെ മേടിക്കും കേട്ടോ. ഒന്ന് പോയാ അങ്ങോട്ടാ. ലാലേട്ടനാകാനുള്ള ഒരു പൂതി. ഒന്ന് പോയാ അങ്ങോട്ട്. നീ വരുന്നുണ്ടാ? ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങൾ പോ. ഇതെന്താ? ഓരോന്ന് കണ്ടിട്ട് വരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്യുവേ. വയസ്സെത്രയെന്നറിയോ? എന്തോന്ന് വയസ്സ്? നല്ല പിന്നെ അത് ശരി. കവിളിണയിൽ കുങ്കുമമോ.